എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും ഇന്ന് രാവിലെ എന്താണ് ഭക്ഷണം? ഞങ്ങൾക്ക് ഇന്ന് നൂലപ്പാണ്. കുറേ കാലമായി നൂലപ്പം ഉണ്ടാക്കാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നൂലപ്പം ഉണ്ടാക്കാൻ മടിയാണ്. അപ്പോൾ നൂലപ്പത്തിന് ഞാൻ ഒരു ഗ്ലാസ് പൊടി ഇട്ടു. 1.5 ഗ്ലാസ് പൊടി വേണം. ഒരു ഗ്ലാസ് ഇട്ടു, ഇനി 1/2 ഗ്ലാസും കൂടി ഇടാം. അങ്ങനെ 1.5 ഗ്ലാസ് പൊടി ഇട്ടു. എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും. നെയ്യോ ലേശം ഓയിലോ ഒക്കെ ഒഴിക്കും. താല്പര്യമുള്ളവർക്ക് ഒഴിച്ചാൽ മതി, ഞാൻ ഒഴിക്കും. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു, ലേശം. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം വെട്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ മിക്സാക്കി കൊടുത്തു. നന്നായി വെട്ടി തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കിയിട്ട് എടുക്കാം, കുഴച്ചെടുക്കാം. നൂലപ്പത്തിൻ്റെ പൊടി നല്ല തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ട് ഇനി ചൂടാറിയിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് നൂലപ്പം ചുട്ടിടും. നൂലപ്പം അപ്പോൾ നമ്മളുടെ നൂലപ്പത്തിൻ്റെ പൊടി കണ്ടിൽ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വെട്ടി തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം നൂലപ്പത്തിൽ. അപ്പോൾ നല്ല സോഫ്റ്റ് നൂലപ്പം കിട്ടും നമുക്ക്. നൂലപ്പം ഇഷ്ടമാണ്, പക്ഷെ ഉണ്ടാക്കാൻ മടിയാണ്. നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്കൊരു ആങ്ങളയാണുള്ളത്. ആങ്ങളുടെ ഭാര്യ, ആങ്ങളുടെ ഭാര്യയ്ക്ക് എല്ലാവരും കൂടുമ്പോൾ നൂലപ്പമാണ് ഏറ്റവും. ആൾക്ക് നൂലപ്പം അങ്ങോട്ട് ചുടുന്നാൽ അങ്ങോട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച വെള്ളം എടുക്കുക, പൊടി കുഴയ്ക്കുക, ചുടുന്നതിനെയാണ് ആൾ നൂലപ്പം ചുറ്റുക. ആൾക്കാർ എത്ര ആൾക്കാർ, ഞങ്ങൾ 6 പെൺകുട്ടികളാണ്. എന്നാലും എല്ലാവരും കൂടുമ്പോഴും ആൾ നൂലപ്പം ഉണ്ടാക്കും. ആൾക്കിഷ്ടം അത്ര നൂലപ്പം ചുറ്റും. എനിക്കാണെങ്കിൽ നൂലപ്പം ചുറ്റാന്ന് പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞ് അമ്മ നൂലപ്പം തിന്നാൻ തോന്നുന്നു പറഞ്ഞ് ക്ഷമ കെടുമ്പോഴാണ് നൂലപ്പം ഉണ്ടാക്കും. നൂലപ്പം കഴിക്കാനൊക്കെ ഇഷ്ടട്ടോ. അങ്ങനെ നമുക്ക് നൂലപ്പം ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം. ഇനി 10-20 മിനിറ്റ് കഴിയുമ്പോൾ അത് വെന്ത് വരും. അപ്പോഴേക്കും നമുക്കിത് കഴിക്കാനുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ആവി പോണ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിക്കുക.